ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. എൻ്റെ ഭർത്താവിൻ്റെ മുഖം പതിവിലും വിമ്മിഷ്ടപൂർണ്ണമായിരിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായോ? ആ കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ഗർഭിണിയായ ഭാര്യ പറഞ്ഞു, ഇത്തിരി പുലാവും ചിക്കൻ കറിയും കൂട്ടി ചോറിനണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഭാര്യയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ആ ഭർത്താവ് ഉടനെ തന്നെ അങ്കത്തട്ടിലോട്ട് ഇറങ്ങുകയായിരുന്നു. എൻ്റെ ജീവിതം ഇപ്പോൾ വളരെ സുഖപ്രദമാണ്. എന്തെങ്കിലും തിന്നാൻ തരും, അത് കഴിക്കുക, റിവ്യൂ പറയുക, റെസ്റ്റ് എടുക്കുക, ഉറങ്ങുക, എണീക്കുക, പിന്നെ എന്തെങ്കിലും കഴിക്കുക, റിവ്യൂ പറയുക, റെസ്റ്റ് എടുക്കുക, ഉറങ്ങുക. ഹാ ഹാ. കൊള്ളാമോ? കൊള്ളാം കൊള്ളാം, സൂപ്പറാണ്. ശരി കൊള്ളാമോ? സൂപ്പറാണ്. അദ്ദേഹം പാചകം ചെയ്ത് എന്തെങ്കിലും ഞാൻ കഴിക്കുകയാണെങ്കിൽ അത് കഴിച്ചു തീരുന്നത് വരെ കൊള്ളാവോ കൊള്ളാവോ എന്ന് ചോദിച്ച് ആളെ കൊല്ലുന്നൊരു പ്രത്യേകതരം സൈക്കോണ് എൻ്റെ ഭർത്താവ്. സവാള ഗിരി 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 ഗിരി. സവാള ഗിരി 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 ഗിരി. സവാള ഗിരി ഗിരി. അങ്ങനെ സവാളയൊക്കെ അരിഞ്ഞ് കഴിയും. ഇത് ബിരിയാണിക്ക് വേണ്ടി നൈസായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് ചിക്കൻ കറിക്ക് വേണ്ടി കുഞ്ഞുള്ളി പ്ലസ് കുറച്ച് സവാള. ഇത് സലാഡ് ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഇത് ചിക്കൻ കറി ചേർക്കാനുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇതൊന്നും ചതച്ചൊക്കെ എടുക്കണം. കറിയല്ല അരിഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം. നമുക്കപ്പോൾ കുക്കിംഗ് തുടങ്ങാം. ഇതിൽ നമ്മൾ മസാല ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിഞ്ചീരകം, പിന്നെ കറുകപ്പട്ട, മല്ലി, പച്ചമല്ലി, അത് പിന്നെ കുറച്ച് കുരുമുളക്, ഒരു 4-5 ഗ്രാമ്പു. ഇത് നമുക്ക് ആദ്യം പൊടിച്ചെടുക്കണം. എങ്ങനെ കുക്കിംഗ് പഠിച്ചേ? കുക്കിംഗ് ആക്ച്വലി ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഫുഡിനൊക്കെ ഒരു നാച്ചുറൽ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ നാച്ചുറൽ ടേസ്റ്റിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി മാത്രമേ മസാലാസ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതാണ് ആക്ച്വലി കുക്കിങ്ങിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. നമ്മൾ ആ അരച്ച പൊടിയിൽ വെളുത്തുള്ളി, കൊച്ചുള്ളി, പിന്നെ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഇച്ചിരി പുതിനയില, 2 മുളക് ഇതിട്ടിട്ട് പിന്നെ ഇച്ചിരി ഇഞ്ചി ഇതിട്ടിട്ട് ഒന്നും കൂടെ നന്നായിട്ട് അരച്ചെടുക്കും. കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കണം. ഓക്കെ, ഇതിലേക്ക് ഇടുകയാണ്. ഇത് ആക്ച്വലി നമ്മൾ ഇതിൽ ഉപ്പും ഇട്ടിട്ടുണ്ട്, സോ അഡീഷണൽ ഉപ്പിടേണ്ട ആവശ്യമില്ല. അതിലേക്ക് ഒരു അരമുറി നാരങ്ങ നീരും കൂടെ ഇങ്ങനെ സ്ക്യൂസ് ചെയ്ത് ഒഴിക്കണം. ഇതാണ് ഇതിൻ്റെ പരിപാടി. നമ്മളിവിടെ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഈ ഉരുളിയിലാണ്. അപ്പോൾ വെളിച്ചെണ്ണ ആദ്യം ഒഴിക്കണം. പലരും ചിക്കൻ കറി പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ്. ഇത് കുറച്ച് മല്ലി, പിന്നെ ഗരം മസാല. ഞാൻ എണ്ണ ചൂടാകുമ്പോൾ ഇതാണ് ആദ്യം ചേർക്കുന്നത്. അത് മൂത്ത് നല്ല മണം വരുമ്പോൾ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും കൊച്ചുള്ളിയും ചേർക്കും. ഉള്ളി മീൻസ് സവാളയാണ് കേട്ടോ. കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് അതൊരു മീഡിയം ഫ്ലെയിമിൽ ഞാനിങ്ങനെ വഴറ്റിയെടുക്കും. ഉള്ളി അത്യാവശ്യം വരണ്ട് വരുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ പച്ചമുളകും കറിവേപ്പിലയും. ഇനിയുള്ള പരിപാടി ഇതിൽ പൊടി ചേർക്കുക എന്നുള്ളതാണ്. ഇത് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ചിക്കൻ മസാലയുണ്ട്. അത് ഇച്ചിരി മുളക്, ഇച്ചിരി മല്ലിപ്പൊടി. ഞാൻ ഗരം മസാല ഇത് ചേർക്കാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ചിക്കൻ മസാല ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കണം. ഇത് ഇടുന്ന സമയത്ത് ഭയങ്കര ലോ ഫ്ലെയിമിലായിരിക്കണം വെക്കാനുള്ള, അല്ലെങ്കിൽ പൊടിയെല്ലാം കരിഞ്ഞ് ആകെ നാശക്കോടാലിയായിപ്പോവും. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്ന ആ ടൈമിലാണ് ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. ഒരു തക്കാളി, അത് ഇച്ചിരി നീളത്തി അരിഞ്ഞത്. ഇതിലേക്ക് നമ്മളിതാ മസാല പുരട്ടി വെച്ച ചിക്കൻ ഇടാൻ പോവുകയാണ്. ഇത് മസാല എന്ന് വെച്ചാൽ കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, ഇച്ചിരി നാരങ്ങ നീര്, അത്രേ ഉള്ളൂ. അത് നമ്മൾ ഇതിലോട്ടിട്ട് ആ മസാലയായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ മസാലയും മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇനി ഇതിൽ വെള്ളം ചേർക്കില്ല. ഈ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. പിന്നെ ഇതിന് ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്ന സമയത്ത് കുറച്ച് കുരുമുളക് പൊടി, പൊടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയും കൂടെ ഇടും. ഇത്രയേ ഉള്ളൂ ചിക്കൻ കറി. ഫൈനലി നമ്മുടെ ചിക്കൻ കറി റെഡിയായി. ഇതിൻ്റെ ഉപ്പ് നോക്കാനായിട്ട് വന്നിരിക്കുന്നു മീനാക്ഷി. ഓക്കെ, പുലാവ് ഉണ്ടാക്കാൻ നമ്മുടെ പാൻ ചൂടാകുമ്പോൾ, പുലാവ് ഉണ്ടാക്കാൻ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ചൂടാകുമ്പോൾ കുറച്ച് നെയ്യ്, അതിലേക്ക് പുലാവിന് ആവശ്യമായ മസാലകൾ.
മസാലക്കൂട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കണം. അതിലേക്ക് കഴുകി കുതിർത്ത് വെച്ച ബസുമതി അരി, റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ അരമുറി നാരങ്ങ നീര്. സാധാരണ ഇതിൽ പൈനാപ്പിൾ എസൻസ് ഒന്നും ഉപയോഗിക്കത്തില്ല, പക്ഷേ പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ തണ്ടുണ്ടല്ലോ അത് ഞാൻ ഇടും തിളയ്ക്കുന്ന സമയത്ത്. അത് കുറച്ച് നേരം ഇട്ടാൽ മതി, ചെറിയൊരു ഫ്ലേവർ കിട്ടും. അത് ഈ അരി ഊറ്റുന്നതിന് മുമ്പ് എടുത്ത് മാറ്റം വേണം. നമ്മളിനി ഈ വെള്ളം അങ്ങ് ഊറ്റിക്കളയും. ഞാനിങ്ങനെയാണ് പുലാവ് വയ്ക്കാറുള്ളത്. പല സ്ഥലങ്ങളിൽ പല രീതികളിലാണ് പുലാവ് വയ്ക്കുന്നത്, പക്ഷേ ഇതാണ് എൻ്റെ രീതി. പുലാവിന് വേണ്ടിയുള്ള ഉള്ളി, ഉണക്കമുന്തിരി, കാഷ്നട്ട് ഇതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ കറുത്ത മുന്തിരി ഉപയോഗിക്കാറുള്ളൂ, എനിക്കതാണ് ഇഷ്ടം. അങ്ങനെ അരി വടിച്ചെടുത്തു. ഇനി എല്ലാം സിമ്പിളാണ്. ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അണ്ടിപ്പരിപ്പ്, മുന്തിരി, വറുത്ത് വച്ചിരിക്കുന്ന ഓണിയൻ, പിന്നെ ഈ പുലാവിലേക്ക് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി, അതിലേക്ക് അടുത്ത ലെയർ ചോറ്. അതൊന്ന് ലെവലാക്കി വെച്ചതിന് ശേഷം ബാലൻസ് ഉള്ള ട്യൂട്ടി ഫ്രൂട്ടി ആ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും എൻ്റെ ഭർത്താവ് പുലാവും ചിക്കൻ കറിയും വെച്ചു. ഇപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്താണ്, എനിക്ക് വളരെയധികം വികാര നിർഭരാവുന്നുണ്ട് ഞാൻ. അക്കിക്ക് ഇങ്ങനെ ഒരു തോട്ടില്ലേ, ലൈക്ക് അവൾ അടുക്കള കയറണ്ട് എന്നെ കയറ്റി അങ്ങ് സുഖിക്കുക, അങ്ങനെ ഒരു തോട്ടക്കിക്ക് കൊച്ചുണ്ടുള്ളതുകൊണ്ടല്ലേ. ഷുണ്ട വന്നു കഴിഞ്ഞപ്പോ എന്നെ തിരിച്ച് അടുക്കള പൊതുവെ ഇങ്ങനെ അടുക്കള സ്ത്രീകൾക്കാണെന്നുള്ള ആ ഒരു അടുക്കള സ്ത്രീകൾക്കാണെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. അതൊക്കെ ഈ മെയിൽ ഷോവിനിസ്റ്റുകൾ പറഞ്ഞുണ്ടാക്കിയതല്ലേ അടുക്കള സ്ത്രീകൾക്കുള്ളതാണെന്ന്. അങ്ങനെയൊന്നുമില്ല, അടുക്കള എല്ലാവർക്കും ഉള്ളതാണ്. അല്ല, എൻ്റെ വീട്ടില് എൻ്റെ അച്ഛൻ കുക്കൊക്കെ ചെയ്യും. അച്ഛൻ പിന്നെ ഹോട്ടൽ ഫീൽഡ് ആയതുകൊണ്ട് അച്ഛന് ആ ഒരു നാക്ക് അറിയാം. എന്താ എനിക്ക് നാക്ക് അറിയത്തില്ലേ? അപ്പൊ എന്ന് വെച്ചാൽ ഞാനപ്പോ ആ സമയത്ത് ഇങ്ങനെ കല്യാണത്തിന് മുമ്പ് കുറെ നാൾ മുമ്പ് ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിരുന്നു, എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ ചെറുപ്പക്കാരനും കുക്കിംഗ് അറിഞ്ഞിരുന്നു. മതിയടിഞ്ഞ് നിനക്ക് കുക്കിംഗ് ചെയ്യാൻ വയ്യ, അതുകൊണ്ട് നീ ഇങ്ങനെ പറയുന്നല്ലേ. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ. പക്ഷെ ഇപ്പൊ ഞാൻ എന്ത് ഭാഗ്യവതിയാണ്, ഞാൻ എന്ത് ഭാഗ്യം ചെയ്തവളാണ്. അഖിലേട്ടനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയതില്ലേ. എല്ലാ ദിവസവും ചെയ്യണേ, സുഖമായിട്ടിരുന്ന് കഴിക്കാം. അപ്പോൾ ഇന്ന് ഫുഡ് കഴിക്കാനായിട്ട് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റും കൂടി ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ആൾ ഇവിടെ അടുത്താണ് ജോലി ചെയ്യുന്നതെന്ന് ഈ അടുത്താണ് ഞാൻ അറിഞ്ഞത്. അറിയാണ്ട് ഞാൻ പറഞ്ഞു പോയി. ഒരു ദിവസം ഒന്ന് വാടി, പിന്നെ സ്ഥിരം ഇവള് വരിക തന്നെ. അപ്പോൾ അവൾ ഇന്ന് വരുന്നുണ്ട്. ഹലോ. അപ്പം ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ വരുന്നവർ ഞങ്ങൾ വെറുതെ അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കാറില്ല. അപ്പോൾ ഈ കുട്ടിക്ക് ഒരു ജോലി ഉണ്ട്, ഡൈനിങ് ടേബിൾ ഒന്ന് തുടച്ചിടേണ്ടി വരും, ഫുഡ് കഴിക്കണം. ആത്മാർത്ഥത വേണേ, ആത്മാർത്ഥത. ഇതാ അങ്ങനെ ഈ പപ്പടം കാച്ചലോട് കൂടി നമ്മളുടെ കുക്കിംഗ് അവസാനിച്ചിരിക്കുന്നു. ഹായ്, എന്താ ഭംഗിയല്ലേ, അത്തപ്പൂക്കൾ ഇട്ട പോലെ ഉണ്ട്. സുഹൃത്തുക്കളെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച് എന്ന് പറയുന്നത്. ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, ഡേറ്റ്സ് പിക്കിള്, സല്ലാസ്, ഇതിന് സല്ലാസ് എന്നാണ് പറയണേ, തൈര് സാലഡ്, പപ്പടം, പിന്നെ പുലാവ്. ഇതാ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. കൊള്ളാവോ കൊള്ളാവോ? കഴിക്കുന്നതിന്റെ തിരക്കിലാ. ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടെന്ന് ആരും പറഞ്ഞില്ല. ചിക്കൻ ഫ്രൈ കഴിച്ചിട്ടില്ല. ഫ്രൈ ആണോ? കടിച്ചു കഴിക്കണം. നല്ല സന്തോഷമുണ്ട്. കടിച്ചു പഠിച്ചു.
സ്വന്തം ഫുഡിനെ പറ്റി എന്താണ് അഭിപ്രായം? എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ നല്ലൊരു ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല. പാത്രം കിട്ടി പെങ്കൊച്ചിനെ കൈ വെച്ചുകൂടാൻ നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഇങ്ങനെ സമ്മതിക്കാത്തതുകൊണ്ടാണ്, അല്ലാണ്ട് എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയുടെ ഉടനെ കാണാം. ടാറ്റാ.